ഗുഡ് മോർണിംഗ്. എന്നാ ഉണ്ട്, സുഖല്ലേ? ഇന്നതാ ഇവിടെ തേഴ്സ്ഡേ ആണ് കേട്ടോ. അപ്പോൾ ഒരു തേഴ്സ്ഡേ ആഫ്റ്റർനൂൺ ഈവനിങ് റുട്ടീൻ ആവാമെന്ന് വിചാരിച്ചു. എല്ലാ തേഴ്സ്ഡേസും റോങ്കുണ്ണും ആരൂട്ടിക്ക് ഉച്ച വരെ ക്ലാസ് ഉള്ളൂ കേട്ടോ. അപ്പോൾ 12:30 ആകുമ്പോൾ അവരിവിടെ എത്തും, സ്കൂൾ ബസ്സിൽ വന്നിറങ്ങും. അപ്പോൾ നമുക്ക് വേഗം പോയി പിക്ക് ചെയ്യണം. അപ്പം ഇന്ന് കാലത്ത് തന്നെ ഞാൻ എഴുന്നേറ്റ് മീൻകറി വെച്ചു, സാമ്പാർ വെച്ചു, കുളിച്ചു, കുളിപ്പിനിലക്കിട്ട് സുന്ദരി മണിയായിട്ട് ഒരു പൊട്ടൊക്കെ കുത്തി വന്നിരിക്കുകയാണ്. എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ, കമന്റ് ബിലോ ഗൈസ്. ഈ ചുരിദാറിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, റോയിച്ചൻ സൗദിയിലായിരുന്നു. അപ്പം ഞങ്ങളുടെ കല്യാണത്തിന് 2013 റോയിച്ചൻ കല്യാണത്തിന് വേണ്ടിയിട്ട് ലീവ് എടുത്ത് വന്നപ്പോൾ എനിക്ക് ആദ്യമായിട്ട് തന്ന ഒരു ചുരിദാർ ഗിഫ്റ്റാണ്, അല്ലെങ്കിൽ ഡ്രസ്സിന്റെ ഒരു ഗിഫ്റ്റാണ്. സൗദിയിൽ നിന്ന് മേടിച്ചിട്ട് വന്ന ഒരു ചുരിദാർ പീസായിരുന്നു ഇത് ഞാൻ അന്ന് അടിച്ചത് എൻ്റെ അന്നത്തെ പാകത്തിലാണല്ലോ. പിന്നെ എനിക്ക് ഈ ഇതുവരെ ഈ ചുരിദാറിലേക്ക് ഒന്ന് കയറാൻ കഴിഞ്ഞില്ല. പക്ഷേ ഈ പ്രാവശ്യം ആൻറ്റി വന്നപ്പം എനിക്കിത് അഴിച്ച് സെറ്റാക്കി തന്നു. അപ്പോൾ എൻ്റെ പാകത്തിലേക്ക് ആക്കി തന്നപ്പം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം, ഒരുപാടെന്ന് വെച്ചാൽ ഒരു 8-9 വർഷങ്ങൾക്ക് ശേഷമാണ് ഗൈസ് ഞാൻ ഈ ചുരിദാർ ഇടുന്നത്. അതിൻ്റെ ഒരു സെന്റിമെന്റ്സ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുക, ആ ഒരു ഫീല് അത്ര തന്നെ. ആ ഒരു ഫീൽ കിട്ടിയത് കൊണ്ട് ഞാൻ എന്താ പൊട്ടൊക്കെ കുത്തി സുന്ദരിയായിട്ട് നിൽക്കുന്നത്. ഞാൻ ചുരിദാർ വെക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. അന്നത്തെ റോയിച്ചിന്റെ ഒരു കലാബോധം ഇതായിരുന്നു ഗൈസ്. പക്ഷെ അന്ന് എനിക്ക് ചുരിദാറിനോട് വലിയ ഇഷ്ടമൊന്നും തോന്നിയില്ല. പക്ഷെ എന്തോ എനിക്കിപ്പോൾ ഈ ചുരിദാർ ഇടുമ്പോൾ ഭയങ്കര ഒരു ഇഷ്ടം ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിന്റെ കഴുത്തൊക്കെ വന്നിട്ട് ഇതാ ഇങ്ങനെയാണ് കേട്ടോ. നല്ല രസമായിട്ടില്ലേ? കമന്റ് ബിലോ ഗൈസ്, കമന്റ് ബിലോ. 2013 റോയിച്ചിന്റെ കലാബോധം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. എനിവേസ്, അപ്പൊ നമുക്ക് ഇന്നത്തെ റുട്ടീനിലേക്ക് പോവാം. ഇന്നിപ്പോതാ നമുക്ക് വേഗം പോയിട്ട് പിള്ളേരെയൊക്കെ പിക്ക് ചെയ്യണം. 12:30 ആവാറായി. ഇനി 5 മിനിറ്റോടെ ഉള്ളൂ. അവരെ വേഗം പോയി പിക്ക് ചെയ്ത് വന്നിട്ട് ബാക്കി വ്ലോഗ് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ബൈ. പോലെ നിക്ക്. ഞങ്ങളുടെ ഈ ഫാമിലി ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേച്ച് പോന്നേ. അതേപോലെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടെ തന്നേക്കണം കേട്ടോ. എന്തിനാ ഇങ്ങനെ പിശുക്കണേ? പിശുക്കൊന്നും കാണിക്കരുതെന്നാ ദൈവം തമ്പുരാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു ലൈക്ക് അടിച്ചേക്ക് മറക്കല്ലേ. നമുക്ക് വ്ലോഗ് കണ്ടിന്യൂ ചെയ്യാം. ബൈ. റോണും ഐറും സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട്. റോണു വന്ന വഴിയെ ഉടുപ്പൊക്കെ മാറിയിട്ടതാ സ്കേറ്റ് ബോർഡ് വെച്ച് കളിക്കുവാണ്. ഇതെന്തോ ഉദ്ദേശിക്കണേ റോണു? ഇവിടെ ഒരു വള്ളിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. കാര്യം സേഫ് അല്ല, എൻ്റെ റെയിലും എൻ്റെ ഊഞ്ഞാലും പോക്കാ. പക്ഷെ റോങ്കുട്ടിന് എന്തോ കളിക്കണം എന്ന് പറഞ്ഞിട്ട് ചെയ്തേക്കണേ. എന്താന്ന് നോക്കാം നമുക്കല്ലേ. ഓ, അതിന്റെ അണ്ടറിൽ കൂടെ പോവാൻ പറ്റും. ചെമ്പിയല്ല ചേട്ടാ അവിടെ ഒരു പണി ചെയ്തോണ്ടിരിക്കുക. ചേട്ടാ ലെറ്റ് ഹിം ട്രൈ ഫസ്റ്റ്. അവൻ ചെയ്തിട്ട് അവന് കുനിഞ്ഞ് ഇങ്ങനെ പോവാൻ പറ്റുമെന്നാണ് അവൻ നോക്കിയത്. പക്ഷെ ഫ്ലോപ്പായി. കുറച്ചുകൂടെ പൊക്കണായിരിക്കും, അല്ലെങ്കിൽ നീ ഇരുന്നിട്ട് ചെയ്യാം, അപ്പോഴേ അത് പറ്റുള്ളൂ ആയിരിക്കും. ഇരിക്കണം. That was a good shot. Okay. ഐറൂട്ടിയുടെ പണി എന്താണെന്നറിയോ? ഐറൂട്ടിക്ക് ഇന്ന് സ്കൂളിൽ നിന്ന് കുറച്ച് പ്രിന്റഡ് പേപ്പർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവൾ അത് കളർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഏപ്രിൽ മന്തിൻ്റെ സ്പെഷ്യാലിറ്റി ആയിട്ട് ബണ്ണി അംബ്രലയൊക്കെ പിടിച്ച് നിൽക്കുന്നത്. പിന്നെ വന്നിട്ട് രണ്ടെണ്ണം കൂടെ കിട്ടിയിട്ടുണ്ട്. ഒന്നതാ ബട്ടർഫ്ലൈ പൂമ്പാറ്റ വന്ന് തേൻ കുടിക്കുന്നത്, പിന്നെ ഒന്ന് പോണി. ഇത് ഏത് വകയിലെ പോണി ആയതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എവിടെയാ അപ്പൊ പോണിയുടെ തല? ഓ, അതാണോ പോണി? ഓ, ഇവിടെ ഇതിന്റെ വായുണ്ടല്ലേ. ഇവള് കളർ ചെയ്യാത്തോണ്ട് എനിക്ക് മനസ്സിലാവാണ്ടിരുന്നത്. ഓ, ഇങ്ങനെയാട്ടോ ഇത്. ഇപ്പോഴല്ലേ സംഭവം പിടികിട്ടിയത് അമ്മയ്ക്ക്. ഇങ്ങനെയായിരുന്നു പോണിയുടെ തല ഇരുന്നതെന്ന് ഇപ്പോഴാണ് മനസ്സിലായി. റോണു, യു ആർ ദ ബെസ്റ്റാ. ഓക്കെ, അപ്പം എന്തായാലും പോണിയും ഏപ്രിലും പൂമ്പാറ്റയും ഒക്കെ കളർ ചെയ്യട്ടെ അവൾ അവിടെ ഇരുന്ന്. അപ്പോഴത്തേക്കും നമുക്ക് ചോറും കറികളും ഒക്കെ എടുത്ത് സെറ്റ് ചെയ്യാം അല്ലേ? എന്താണ് സ്റ്റാൻഡ് ഹേർട്ട് ചെയ്യാണ്ടുള്ള ബെസ്റ്റ് ഐഡിയ എന്താണ്? ലൈ ഡൗൺ ചെയ്തപ്പം പോയല്ലോ. ഇതാണ് അമ്മ ഉദ്ദേശിച്ചത്. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഇറ്റ് വിൽ ഗോ ഹയർ ആസ് വെൽ ആസ് യു ക്യാൻ ഡു ഇറ്റ് വിത്തൗട്ട് ഫോളിങ് ഡൗൺ, റൈറ്റ്? ഹിയർ കംസ് മൈ എറൻഡ്. യേ, സക്സസ്. അപ്പോൾ നമ്മുടെ ചോറും കറിയൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉണ്ടാ മതി എന്നൊക്കെ. സാമ്പാറും മീൻകറിയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ. എന്തായാലും കഴിച്ചിട്ട് വരാം ഗൈസ്. ഇനി കഴിച്ച് കഴിഞ്ഞിട്ടുള്ള റുട്ടീൻ എന്താണെന്നുള്ളത് അപ്പോൾ കാണിക്കാം. ബായ്. പിള്ളേരുടെ ചോറൂണും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം പിള്ളേർക്ക് 2 പേർക്കും ഞാൻ 1/2 മണിക്കൂർ TV ടൈം കൊടുത്തു കേട്ടോ. റോണുവിന് 1/2 മണിക്കൂർ, ഐറുവിന് 1/2 മണിക്കൂർ.
അത് കഴിഞ്ഞപ്പം ഞാൻ ആ സമയം കൊണ്ട് ഞാൻ ചെയ്തൊരു പരിപാടിയാണ് എൻ്റെ നെയിൽസ് പെയിൻറ് ചെയ്യുക എന്നുള്ളത്. എങ്ങനെയുണ്ട് ഗൈസ്, കൊള്ളാവോ? ബ്ലൂ അടിച്ച് ഞാൻ ഇന്ന് ഒരു വെറൈറ്റിക്ക് ബ്ലൂ അടിച്ച്. നോർമലി ഞാൻ പിങ്ക് അല്ലെങ്കിൽ പർപ്പിള് അതിൻ്റെ ആളാണ്. അപ്പോൾ ഇനിയിപ്പോൾ നേരെ ഇവരെ കുമോണി കൊണ്ടുവിടാൻ പോവാണ്. റോങ്കുട്ടനും ആരോട്ടിക്കും 4 to 5 എവറി തേഴ്സ്ഡേ കുമോണുണ്ട്. അവിടെ കൊണ്ടുവിട്ടിട്ട് വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം ഇന്നത്തെ. ബൈ. അപ്പോൾ ആ പിള്ളേരെയൊക്കെ പിക്ക് ചെയ്ത് നമ്മൾ വന്നിട്ടുണ്ട്. 5:45 സമയം. ഇനിയിപ്പം ഇപ്പോഴത്തെ ഒരു റുട്ടീൻ എന്ന് പറയുന്നത് നമുക്കിനി പ്ലാന്റ്സിനൊക്കെ വെള്ളം ഒഴിക്കണം. നമ്മുടെ ഫ്രണ്ടിൽ കുറച്ച് ടൂലിപ്സ് ഒക്കെ നിൽപ്പുണ്ടല്ലോ, അപ്പോൾ അതിനൊക്കെ വാട്ടർ ഒന്ന് സ്പ്രേ ഔട്ട് ചെയ്യണം. ഇപ്പോൾ ഭയങ്കര ചൂടായി. ഇന്നിപ്പോൾ ഇവിടെ 22 ഡിഗ്രിയാണ് പുറത്ത്, അതുകൊണ്ട് നല്ല ചൂടാണ്. ഇല്ലെങ്കിൽ പിന്നെ നമ്മുടെ ടൂലിപ്സ് ഒക്കെ കരിഞ്ഞു. അപ്പോൾ അതിനൊക്കെ വെള്ളം ഒഴിക്കണം, പുല്ലിന് വെള്ളം ഒഴിക്കണം. പുല്ലൊക്കെ നല്ല പച്ചച്ച് വരണ്ടേ, റേക്ക് ചെയ്താൽ മാത്രം പോരല്ലോ. അപ്പോൾ എന്തായാലും പുല്ലിനൊക്കെ വെള്ളം ഒഴിച്ചിട്ട് വരാം. നിങ്ങളും പോരെ വെള്ളം ഒഴിക്കാൻ. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ഈവനിങ് റുട്ടീനിൽ നമ്മുടെ ഈവനിങ് റുട്ടീൻസ്. കാര്യം വലിയ തിരക്കൊന്നുമില്ല. സാധാരണ ആൾക്കാരെന്താ ചെയ്യുക, ഈവനിങ്ങിൽ നല്ല കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലേ. എൻ്റെ കുക്കിംഗ് ഒക്കെ രാവിലെ ഞാൻ തീർക്കൂട്ടോ. കാരണം വൈകിട്ട് ഒന്നുകിൽ പിള്ളേരുടെ കൂടെ ഇരിക്കാം, അല്ലെങ്കിൽ എനിക്ക് ഇന്ന് എനിക്ക് നൈറ്റ് ഉണ്ട്. അപ്പോൾ നൈറ്റുള്ള ദിവസങ്ങൾ എനിക്ക് വൈകിട്ട് കിടന്ന് ഉറങ്ങണം. അപ്പോൾ അതുകൊണ്ടൊക്കെ ഞാൻ രാവിലെകളിൽ എൻ്റെ കുക്കിംഗ് എല്ലാം തീർക്കും. അത്യാവശ്യം എല്ലാ ക്ലീനിങ്ങും പരിപാടികളെല്ലാം ഞാൻ രാവിലെ ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും എൻ്റെ എല്ലാം തീരും കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു ദിവസമാണ് ഇന്നും. അതുകൊണ്ട് എനിക്ക് വൈകിട്ട് അങ്ങനെ വലിയ പണികളൊന്നുമില്ല. പിള്ളേരുടെ കാര്യങ്ങളൊക്കെ നോക്കുക, പിള്ളേരെ കുളിപ്പിക്കുക, പുറത്ത് വെള്ളം ഒഴിക്കുക, ഇതൊക്കെ തന്നെയുള്ളൂ. പിന്നെ സ്നാക്ക് കഴിക്കുക, കിടന്നുറങ്ങുക, സ്നാക്ക് കഴിക്കുക, പ്രാർത്ഥിക്കുക, ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക, എണീറ്റ് ഡ്യൂട്ടിക്ക് പോവുക. ഇതൊക്കെയാണ് എൻ്റെ പണികൾ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. പിള്ളേർ അവിടെ ഇരുന്ന് എന്തൊക്കെ ചെയ്യണമെന്ന് നോക്കാം. റോങ്കുട്ടാ, നിൻ്റെ പ്രോജക്റ്റ് ഇതുവരെ തീർന്നില്ലേ? ബാ, ചെടിക്ക് വെള്ളം ഒഴിക്കാൻ ബാ. ആക്ച്വലി ആശാൻ ഇന്ന് സ്കൂളിൽ എന്തോ ഒരു പ്രൊജക്ട് ചെയ്തതാണ് കേട്ടോ. ഇത് എന്താണെന്നൊന്നും പറഞ്ഞു തരാൻ എനിക്ക് അറിയാൻ പാടില്ല. ഇവന്റെ പുതിയതായിട്ട് ഇവിടെ എന്തോ ഒരു സാധനം ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഇത് പുതിയതാണല്ലോ. എന്നതാ? ഓക്കെ, എനിവേസ് നൈസ്. ബിൽഡ് ചെയ്ത് കഴിയുവാണെങ്കിൽ കാണിച്ചു തരാം ഗൈസ്, ഞാൻ ഉറങ്ങിയിട്ടില്ലെങ്കിൽ. ഓക്കെ, എന്തായാലും നമുക്ക് വെള്ളം ഒഴിക്കാൻ പോവാം. എൻ്റെ ദൈവം, എൻ്റെ കുഞ്ഞിപ്പെണ്ണ് ബെഡിനകത്ത് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ക്യാറ്റാണോ ഐറുവിൻ്റെ ക്യാറ്റ്? ഇതെന്നതാ? ഇത് ക്യാറ്റല്ലേടി? കുഞ്ഞിപ്പെണ്ണ് വരച്ചതാണോ ഇത്? കളർ ചെയ്തതാണോ ഇത്? നല്ലതാണോ എന്ന് പറ ഗൈസ്. ബാ, നമുക്ക് ചെടിക്ക് വെള്ളം ഒഴിക്കാൻ പാ. പുള്ളങ്ങൾ ഇവിടെ നനയാനായിട്ട് സെറ്റായിട്ട് നിൽക്കുകയാണ്. പക്ഷെ ഞാൻ അവരെ നനയ്ക്കാറില്ല. നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ. അതുകൊണ്ട് നമുക്കത് ട്യൂലിപ്സ് ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുക്കാം ആദ്യം. ഇറ്റ്സ് വെരി കോൾഡ്, isn't it? Not really? More. ഞാൻ എപ്പം നനയ്ക്കാൻ വന്നാലും ഇതുങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ, നനയ്ക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കും. എടാ നനയല്ലേടാ, ഉടുപ്പൊക്കെ നനഞ്ഞു പോവും. കാല് നനയണ പോലെ അല്ല ഉടുപ്പ് നനയണം. ഓ, മരക്കണില്ലേ പിള്ളേരെ നിങ്ങളുടെ കാലൊക്കെ? മതി, ഇനി പോയി കളിച്ചേ. ഞാൻ വെള്ളം ഒഴിക്കട്ടെ, ഇതിന് വെള്ളം ഒഴിക്കട്ടെ. ഞാൻ വെള്ളം ഒഴിക്കാനായിട്ട് പോയപ്പോഴത്തേക്കും പിള്ളേർ സ്കൂട്ടറും എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് കളിക്കാനായിട്ട്. കാണിച്ചു തരാട്ടാ. ഇത് അവരുടെ സ്കൂട്ടറാണേ. കുഞ്ഞിലെ മേടിച്ചു കൊടുത്താ. പക്ഷെ ഇപ്പോഴാണ് ശരിക്കും അവരതിനകത്ത് ഫാസ്റ്റായിട്ടൊക്കെ പോകാനായിട്ട് ഇത് ചെയ്തത്. ഇതിനകത്ത് ഇപ്പം എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അങ്ങ് പോയി അവരത്. അതും കണ്ട് അങ്ങ് പോയി അവർ. എവിടം വരെ പോയെന്തോ. അങ്ങ് അറ്റം വരെ പോയി കേട്ടോ. ഇനിയിപ്പോൾ തിരിച്ചു വരുമ്പോൾ കാണിച്ചു തരാം. അതുവരെ ഞാനിവിടെ പോസ്റ്റാണെന്ന് മാത്രം. അതെ, വരുന്നുണ്ട്. ഇതാ വരുന്നു രണ്ടും ഫാസ്റ്റായിട്ട്. ഇനിയിപ്പോൾ 5 കൊടുത്തിട്ട് കയറ്റണം. സമയം ആയിക്കൊണ്ടിരിക്കണം. റോണോ, കയറാട്ടോ നമുക്ക്. 5. ഓക്കെ, 5 then we go inside and take shower, okay? Iru, 5 then take shower, okay? 5 then done. We go inside and take shower. അവർക്ക് ഞാൻ എല്ലാ കാര്യത്തിലും 5 കൊടുക്കും കേട്ടോ. 5 കൊടുത്തിട്ടാണ് ഞാൻ ആ ഒരു കാര്യം, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം നിർത്താൻ പറയാറുള്ളൂ. ഒരിക്കലും ഒറ്റയടിക്ക് മതി, നിർത്തി, തീർന്നു, കയറിപ്പോവാം അങ്ങനെ പറയാറില്ല. അത് പിള്ളേർക്ക് ഒത്തിരി വിഷമം ഉണ്ടാക്കുന്നൊരു കാര്യമല്ലേ. എപ്പോഴും അവരെന്ത് കാര്യം ചെയ്തുകൊണ്ടിരുന്നാലും അവരോട് ഞാൻ പറയും 5 then done. അപ്പോൾ അതിലവർ ഓക്കെയുമാണ് കേട്ടോ. 5 done, ലെറ്റ്സ് ഗോ എന്ന് പറഞ്ഞാൽ അവർ വന്നിരിക്കും. അതാണ് എൻ്റെ കുട്ടികൾ. അപ്പോൾ അതുകൊണ്ട് ഐ എം പ്രൗഡ് ഓഫ് ദം അല്ലേ. താങ്ക് ഗോഡ്. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ അകത്ത് പോയി സ്നാക്കൊക്കെ കഴിക്കുമ്പോൾ കാണാം. ബൈ. ഐറൂട്ടിനെ കുളിപ്പിച്ച് തീർന്നപ്പോഴത്തേക്കും ഇവിടെ എൻ്റെ റോങ്കുട്ടൻ ഒരു പ്രൊജക്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കാം. എന്താക്കി റോണോ?
കഴിയാറായോ? No. എന്താണ് സംഭവം? പുള്ളി അഗെയിൻ? Yeah, I'm checking something quickly. പക്ഷെ താഴെ വീഴുവാണല്ലോ വയസ്സോ. ഓ റോണന് പപ്പ സ്നേഹത്തോടെ എന്താ കൊണ്ടുവന്നിരിക്കുന്നേന്ന് നോക്കൂ. മറ്റേ സാധനം മേടിച്ചല്ലോ. Oh, I like those. നമ്മുടെ നാട്ടിലെ മിൽക്ക് ബിക്കീസ്. I love these. വേറെ എന്തെങ്കിലുമൊക്കെ പേരായി പോകത്തുള്ളൂ. I love these. You love these? I know. Baby's house. Yeah, let's go. But I want cereal. ഇന്ന് സീരിയലും മതിയോ? ബിസ്ക്കറ്റ് വേണ്ട? No. ഞങ്ങളുടെ സ്നാക്ക് ടൈം ആണ് ഗൈസ്. സ്നാക്ക് ടൈം. ഐറൂട്ടി ബിസ്ക്കറ്റ് കിട്ടിയതിന്റെ സന്തോഷത്തിൽ മിൽക്കും ബിസ്ക്കറ്റും കൂടെ കഴിക്കണം കേട്ടോ. റോങ്കുട്ടൻ പതിവ് പോലെ അല്ല, ഈയിടെയായിട്ട് റോണ് തുടങ്ങിയൊരു ശീലമാണ് റൈസ് ക്രിസ്പീസിന്റെ സീരിയല് മിൽക്ക് കഴിക്കാന്നുള്ളത്. അത് അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടത് കൊണ്ട് അവനത് കഴിക്കണം. ബിസ്ക്കറ്റും ചായയും. ബിസ്ക്കറ്റ് ഇതാ ചായയിൽ ഇങ്ങനെ മുക്കിയിട്ട് എടുത്തങ്ങ് കഴിക്കണം. ഇപ്പൊ നാട്ടിലായിരുന്നെങ്കിൽ ഇപ്പൊ ഒരു ചെറിയൊരു ചാറ്റൽ മഴയും അല്ലേ, ആ ഇറയത്ത് പോയിരുന്ന് ഇങ്ങനെ മുക്കി കഴിക്കണം. എന്താ ടേസ്റ്റ്. അയ്യോ മിസ്സിങ്. അപ്പോൾ ആ ചായയോടി എല്ലാം കഴിഞ്ഞു. ഒരു ചെറിയ പ്രാർത്ഥനയൊക്കെ എത്തിച്ചു. ഇനിയിപ്പോൾ ഞാൻ കിടക്കാൻ പോവാ. ഇന്നിപ്പോൾ ഞാൻ മുഴുവൻ പ്രാർത്ഥനയിലൊന്നും കൂടുന്നില്ല. അവരവിടെ പ്രാർത്ഥിക്കുക. ഞാൻ ഇനിയിപ്പോൾ ഉറങ്ങാൻ പോവുകയാണ്. കാരണം എനിക്ക് നൈറ്റ് ഉണ്ട്. 8 മണിയായി ഓൾറെഡി. 1.5 മണിക്കൂർ ഉറങ്ങാനുള്ളൂ. 9:30 എഴുന്നേറ്റിട്ട് വേണം ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിവേസ് ഇനിയിപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാനുള്ള ഭാഗ്യം ഉണ്ടാവാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് കാണാം ഗൈസ്. ബൈ.